ഹായ് ഹലോ എവരി വൺ. സോ നമ്മുടെ SAP സോഫ്റ്റ്വെയറിൽ നമ്മൾ ട്രാൻസാക്ഷൻസും കോൺഫിഗറേഷനൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറേ എറേഴ്സ് വരാറുണ്ടല്ലേ. നമുക്കിപ്പോൾ സേവ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ എറേഴ്സ് കുറേ വരാറുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് വരണേ, അത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സോ മൈസെൽഫ് മുഹമ്മദ് അഷ്ഫാഖ്. സോ എല്ലാവർക്കും എൻട്രി കൊമേഴ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇവിടെ മെയിനായിട്ട് വരുന്ന കുറച്ച് എറേഴ്സ് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റത്തെ എററായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഗ്ലോബൽ കമ്പനി ഗോട്ട് ഡിലീറ്റഡ് എന്നും പറഞ്ഞ് നമുക്കൊരു എറർ വരാറുണ്ട്. സോ ഇത് മെയിനായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിലാണ് ഇത് വരാറ്. സോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. ഒന്നില്ലെങ്കിൽ ആ കമ്പനി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ക്രിയേറ്റ് ആയ കമ്പനി അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാകും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, നമ്മളിപ്പോൾ പഠിക്കുന്ന ടൈമിൽ എഡ്യൂക്കേഷൻ സെർവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കയറി അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സെർവറിൻ്റെ ഇഷ്യൂ വന്നിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ഈ ഗ്ലോബൽ കമ്പനി ഗോട്ട് ഡിലീറ്റഡ് എന്നും പറഞ്ഞുള്ള ഈ ഒരു ഇഷ്യൂ വരാറ്. സോ ഇത് നമുക്ക് എങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുതിയൊരു കമ്പനി അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇഷ്യൂ വരും. കമ്പനി കോഡല്ല, കമ്പനിയുടെ ഇഷ്യൂ ആണിത്. സോ OX15 ആണ് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കീ കോഡ് എന്ന് നമുക്കറിയാം. സോ ഈ OX15 പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ കമ്പനി ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ അവിടെ SAPയുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്കിപ്പോൾ ഗ്ലോബൽ കമ്പനി നോട്ട് സപ്പോർട്ടഡ് എന്നോ അല്ലെങ്കിൽ ഗോട്ട് ഡിലീറ്റഡ് എന്നും പറഞ്ഞാൽ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ OX15 പോയിട്ട് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ന്യൂ എൻട്രീസ് കൊടുത്ത് ജസ്റ്റ് അവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്താൽ മതി. സോ ഇവിടെ കമ്പനി ഞാനിപ്പോൾ ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് എൻ്റെ കമ്പനി എൻട്രി എന്ന് പറഞ്ഞ കമ്പനിയാണ് അവിടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനവിടെ എൻട്രി എന്നും പറഞ്ഞ് ഒരു കമ്പനിയും കൂടി അവിടെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ എറർ അവിടെ സോൾവ് ആയിക്കോളും. പോസ്റ്റൽ ബോക്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് എറണാകുളം എന്ന് തന്നെ കൊടുക്കുകയാണ്. കൺട്രി ചോദിച്ചിട്ടുണ്ട്, കൺട്രിയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കണം, ഇന്ത്യ തന്നെ. ഇവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അതിൽ എറർ കാണിച്ചില്ലെങ്കിലും നമുക്കത് പിന്നീട്, അതായത് വേറൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ആ ഒരു എറർ വരും. സോ എന്ത് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് കൊടുക്കുക. സോ ഈ ഒരു ഇതേപോലെ കമ്പനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഗ്ലോബൽ കമ്പനി ഗോട്ട് ഡിലീറ്റഡ് എന്നും പറഞ്ഞുള്ള ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആയിക്കോളും. ഇതാണ് ഫസ്റ്റത്തെ എറർ മെയിനായിട്ട് വരാറുള്ളത്. ഇനി രണ്ടാമത്തെയാണ് കമ്പനി കോഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്. സെയിം പോലെ തന്നെ നേരത്തെ പറഞ്ഞത് നമ്മൾ കമ്പനിയുടെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വന്നിരിക്കുന്നത് കമ്പനി കോഡിൻ്റെ ഇഷ്യൂ ആണ്. സോ ഈ കമ്പനി കോഡിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിസ്റ്റം ക്യാൻ ഫൈൻഡ് ദ കമ്പനി കോഡ്. അവിടെ ഇഷ്യൂ ആണത് കമ്പനി കോഡ്. ഇപ്പോൾ ഞാനിപ്പോൾ ENT1 എന്നും പറഞ്ഞു എന്തെങ്കിലും ഒരു കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിന് അവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടിയും നമ്മളിപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ OX02 പോയിട്ട് അവിടെ എന്ത് ചെയ്താൽ മതി, കമ്പനി കോഡും കൂടിയും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ENT1 എന്നും പറഞ്ഞോ ഞാനൊരു കോഡ് കൊടുത്തു, ENTP എന്നും കൊടുത്തു. എന്നിട്ട് കമ്പനിയുടെ പേര് കൊടുത്ത് സിറ്റിയും ഡീറ്റെയിൽസും കൺട്രി ഇന്ത്യ ഒക്കെ കൊടുത്ത്, കറൻസി ഇന്ത്യയിലാവുമ്പോൾ INR അല്ലേ, നമുക്ക് ഒരു INR കൊടുത്ത്, ലാംഗ്വേജ് ഇംഗ്ലീഷും കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ സേവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൂടി ചോദിക്കും. ഈ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് കൊടുക്കണം. ദെൻ ഇവിടെ കേരളവും കൂടിയും റീജിയനായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എൻ്റർ അടിച്ച് സേവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്തായി, കമ്പനി കോഡും എനിക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രണ്ട് എററിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ കമ്പനി കോഡിൻ്റെ ഇഷ്യൂവും അതുപോലെ കമ്പനിയുടെ ഇഷ്യൂവിലും നമുക്ക് ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നും വരാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് കമ്പനിയും കമ്പനി കോഡും കൂടി നമ്മൾ അസൈനും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പോൾ കമ്പനി കോഡ് അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, /NOX16 പോയിട്ട് നമ്മൾ പൊസിഷൻ ചെയ്ത് എൻ്റെ കമ്പനി കോഡായിട്ടുള്ള ENTP എടുത്ത് അവിടെ കമ്പനിയുടെ അവിടെ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത എൻട്രി 1 എന്നും പറഞ്ഞുള്ള കമ്പനി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രശ്നങ്ങളും അവിടെ സോൾവ് ആയിക്കോളും. സോ ഫസ്റ്റത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഇല്ലാഞ്ഞിട്ടായിരുന്നു. സെക്കൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പനി കോഡ് ഇല്ലാഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ രണ്ടും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് വന്നേക്കുന്നത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് എറർ. അതായത്
സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടീ കോഡിലേക്ക് കടക്കാനുള്ള ആ ഒരു ആക്സസ് ഇല്ല. അതായത് ഇപ്പോൾ കമ്പനീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മൊഡ്യൂളോ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിനനുസരിച്ചുള്ള ആക്സസ് മാത്രമേ നിങ്ങളുടെ ഇതിനുണ്ടാവുള്ളൂ. നമുക്കറിയാം SAP സോഫ്റ്റ്വെയറിലേക്ക് നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ ഉണ്ടാവും. സോ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡിനും നിങ്ങൾക്ക് എന്തിലേക്കൊക്കെ ആക്സസ് ഉണ്ടോ ആ ഒരു ആക്സസിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് കയറി അവിടെ ട്രാൻസാക്ഷൻസ് ആയാലും വേറെ എന്തെങ്കിലും ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ നമുക്ക് ആക്സസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഞാനിപ്പോൾ ലോഗിൻ ചെയ്തേക്കുന്ന ID-യിൽ എനിക്ക് ആ ഒരു ടീ കോഡിലേക്ക് ആക്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു എറർ അവിടെ കാണിക്കും. സോ അത് നമുക്ക് അവിടെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മുടെ ഹെഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അഡ്മിനെ നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. സോ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അത് കമ്പനീസിനെ ബേസ് ചെയ്തിരിക്കും, അതുപോലെ നിങ്ങളുടെ ജോബ് റോൾസിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടോപ്പിക്ക് ഏതാണോ അതിലേക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അതാണ് മൂന്നാമത്തെ എററായിട്ട് വന്നത്. ദെൻ നമുക്ക് വന്നതാണ് ആൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ സെയിം കീ. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡാറ്റ ക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യണ ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു എറർ വരാൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കിത് വന്നിട്ടുണ്ടാവും. ആൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ സെയിം കീ. അതായത് ഞാനിപ്പോൾ ഓൾറെഡി ENTP എന്നും പറഞ്ഞൊരു കമ്പനി കോഡ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം നെയിമിൽ തന്നെ ഞാൻ ഒന്നും കൂടിയും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കവിടെ എറർ വരും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ENTP എന്നും പറഞ്ഞ് ഞാൻ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ആക്കിയായിരുന്നു, പക്ഷേ ഒരെണ്ണം കൂടി ഞാൻ ആ സെയിം നെയിമിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുന്ന ടൈമിൽ കണ്ടോ താഴെ ആൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ സെയിം കീ. ഈ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ENTP എന്നും പറഞ്ഞ് ഓൾറെഡി വേറെ കമ്പനി കോഡ് അവിടെ ഉണ്ട്. സോ ആ ഒരു നെയിമിൽ എനിക്ക് ഒരെണ്ണമാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുക, ഈ എറർ മാറണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആ നെയിം അവിടെ മാറ്റി കൊടുക്കണം. ഇപ്പോൾ ENTP എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ ENT എന്നും പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും പേര് മാറ്റി കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ എറർ ഇവിടെ താഴെ പോയില്ലേ, അതവിടെ ചേഞ്ച് ആയിക്കോളും. ഓക്കെ, സോ ഈ ഒരു എറർ കമ്പനി കോഡിൽ മാത്രമല്ല ഏത് ടോപ്പിക്കിലാണെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ സെയിം ഡാറ്റ എക്സിസ്റ്റ് ആവണേ കൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. സോ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുത്ത നെയിം ഏതാണോ അതൊന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ അവിടെ സോൾവ് ആയിക്കോളും. അതാണ് അവിടെ ഫോർത്ത് ഇഷ്യൂ ആയിട്ട് വന്നത്. ഇനി അടുത്തതാണ് മെയിനായിട്ട് പോസ്റ്റിംഗ് പീരീഡ് നോട്ട് ഓപ്പൺ എന്നും പറഞ്ഞുള്ളത്. പോസ്റ്റിംഗ് പീരീഡ് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും ഫിസിക്കൽ ഇയറിലും നമ്മളിവിടെ പോസ്റ്റിംഗ് പീരീഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ എൻ്റെ കമ്പനി ഇപ്പോൾ ഏത് ഫിസിക്കൽ ഇയർ ആണോ ഫിനാൻഷ്യൽ ഇയർ ആണോ ഫോളോ ചെയ്യുന്നത്, നമ്മളിപ്പോൾ നോർമൽ ഇന്ത്യയിലായതുകൊണ്ട് ഏപ്രിൽ ടു മാർച്ച് ആണ് ചെയ്യുന്നത്. സോ ആ ഒരു ഏപ്രിൽ എന്ന് 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഏത് ഇയറിലാണ് അവസാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓപ്പണും ക്ലോസും കറക്റ്റ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ കറക്റ്റ് ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ആയിട്ട് നിങ്ങൾ പുതിയൊരു ഫിനാൻഷ്യൽ ഇയറോ ഫിസിക്കൽ ഇയറോ അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. സോ ഇത് എങ്ങനെ സോർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് OB52 എന്ന് പറയുന്ന പോസ്റ്റിംഗ് കീയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റ് അവിടെ ചേഞ്ച് ആക്കി കൊടുക്കേണ്ടത്. സോ ഞാനിപ്പോൾ OB52 ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, കണ്ടോ ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു കമ്പനിയിൽ എൻ്റെ പോസ്റ്റിംഗ് പീരീഡ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനിവിടെ ഇയർ എല്ലാം ഓപ്പണും ക്ലോസിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എറർ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് അവിടെ ഈ ഒരു എറർ ഞാനിപ്പോൾ പറഞ്ഞ പോലെ പോസ്റ്റിംഗ് പീരീഡ് നോട്ട് ഓപ്പൺ എന്ന് പറഞ്ഞുള്ള എറർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടീ കോഡിൽ വന്ന് നിങ്ങളുടെ പോസ്റ്റിംഗ് പീരീഡ് വേരിയൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ കറക്റ്റ് ഇയർ ആണോ കിടക്കണേ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ പീരീഡ് 1 എന്ന് പറയുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ 2025 മുതൽ മാർച്ച് 2026 വരെയാണ് എൻ്റെ ഓപ്പൺ ആവുന്നത് ഏപ്രിലാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ആവുന്നത് 2026 വരെ. പിന്നെ സ്പെഷ്യൽ പീരീഡ് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ഒരു 4 മാസം എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അതും എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിപ്പോൾ മാർച്ച് 2026 വരെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഏപ്രിലാവുമ്പോൾ നമ്മൾ പിന്നെയും ഇവിടെ ഒന്നില്ലെങ്കിൽ ഇതിൽ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുക, ന്യൂ എൻട്രീസ് കൊടുത്ത് പുതിയത് ഫ്രം പീരീഡ് 1 to 2026 2026 ഏപ്രിൽ മുതൽ 12ാമത്തെ മാസമായ മാർച്ച് മുതൽ 2027 വരെ, അതായത് ഓപ്പൺ ചെയ്യുന്നത് ഏപ്രിൽ ടു മാർച്ച് 2027 ഇങ്ങനെ
കൊടുക്കണം. ഇങ്ങനെ കൊടുത്താലേ നമുക്കത് അവിടെ വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് സെയിം കീ. അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന എറർ എനിക്ക് ഇവിടെ പിന്നെ വന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഓൾറെഡി ആ ഒരു പേരിൽ എനിക്ക് അവിടെ ഓൾറെഡി വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എനിക്കതവിടെ സേവ് ആയിക്കോളും. ഓക്കെ സോ ഇങ്ങനെയാണ് പോസ്റ്റിംഗ് പീരീഡിൻ്റെ ഇത് കറക്റ്റായിട്ട് ഓപ്പണും ക്ലോസും ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്ന എററാണ് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ വരാൻ മെയിനായിട്ട് കാരണം എന്താണ്, നമ്മളൊന്നില്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ കമ്പനിയായിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ കറക്റ്റായിട്ട് അണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അസറ്റ്, ലയബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടൊക്കെയാണ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ മെയിനായിട്ടുള്ള ഇഷ്യൂസ് വരാറ്. സോ ഞാൻ അവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ അവിടെ മെയിനായിട്ട് നോക്കണം അല്ലേ. സോ ഞാനിവിടെ ന്യൂ എൻട്രീസ് കൊടുത്ത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനവിടെ OB62 പോയിട്ട് എൻ്റെ കമ്പനി കോഡായിട്ട് ഞാൻ അവിടെ അസൈൻ ചെയ്ത് കൊടുക്കണം. നമുക്കറിയാം പുതിയത് SAPയിൽ പുതിയത് എന്ത് ക്രിയേറ്റ് ചെയ്താലും, അതായത് നമ്മളിപ്പോൾ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്താലും കമ്പനി ക്രിയേറ്റ് ചെയ്താലും ഫിസിക്കൽ ഇയർ, ഫീൽഡ് സ്റ്റാറ്റസ്, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ത് ക്രിയേറ്റ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനി കോഡായിട്ട് അസൈൻ ചെയ്ത് കൊടുത്താലേ അത് തമ്മിൽ അവിടെ ഒരു സിങ്ക് ആവുള്ളൂ. എനിക്ക് മനസ്സിലാകും ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ കമ്പനിക്കാണെന്നുള്ളത്. നമ്മുടെ സിസ്റ്റത്തിനും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചാർട്ട് ഓഫ് അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് /OBD4 വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, റവന്യൂ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലും അസറ്റ് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും ഇവിടെ കറക്റ്റായിട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അടുത്ത എറർ വന്നതാണ് കൺട്രി നോട്ട് അസൈൻഡ് ടു കമ്പനി കോഡ്. അതായത് കൺട്രി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലും കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിലും നമുക്ക് അവിടെ കൺട്രി ചോദിച്ചായിരുന്നു അല്ലേ, ഇന്ത്യ എന്നും പറഞ്ഞ് ഞാൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തായിരുന്നു. ആ ഒരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കതവിടെ ഇഷ്യൂ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നല്ല, എന്തായാലും അവിടെ ആ ഒരു ഇഷ്യൂ വരും. ഇനി അതുപോലെ തന്നെ നമ്മുടെ കമ്പനി കോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം. കൺട്രി ഏതാണ് കൊടുത്തത്, കമ്പനി ഏതാണ് കൊടുത്തത്, അതിൻ്റെ അകത്ത് അസൈൻ ചെയ്തേക്കണമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അവിടെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു T കോഡ് ഉപയോഗിക്കാം, /OBY6. ഈ OBY6 ഉപയോഗിച്ച് ഞാൻ എൻ്റെ കമ്പനി കോഡ് ഞാനിവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഞാൻ കമ്പനി കോഡ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ കമ്പനി കോഡിൽ വന്നിട്ടുണ്ട്, എൻ്റെ കമ്പനിയുടെ നെയിം വന്നിട്ടുണ്ട്, കൺട്രി വന്നിട്ടുണ്ട്, കറൻസി, ലാംഗ്വേജ് ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അത് അവിടെ ഇഷ്യൂ വരും. സോ അത് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കൊടുക്കാം. ഈ ഒരു പേജിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി കോഡിലേക്ക് അസൈൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പറ്റും. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ കമ്പനി മാത്രം അസൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം, ഫിസിക്കൽ ഇയർ ചെയ്യണം, ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ ചെയ്യണം, ഫീൽഡ് സ്റ്റാറ്റസ്, പോസ്റ്റിംഗ് പീരീഡ്, വേരിയൻ്റ് ഇതെല്ലാം ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ എനിക്കതവിടെ കമ്പനി വെച്ചിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ T കോഡ് ഒന്ന് ഓർത്ത് വെക്കുക. /OBY6 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി കോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. ഇനി അടുത്തതാണ് എന്താ, നമ്പർ റേഞ്ച് ഈസ് മിസ്സിങ് ഫോർ ദ ഇയർ. നമുക്കറിയാം ഓരോ ഇയറിലും ഓരോ നമ്പർ റേഞ്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അതായത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ പറയും ഡോക്യുമെൻറ്റ് ടൈപ്പ് SA, KA, KZ അങ്ങനെയൊക്കെ ഉള്ളതിന് നമ്മൾ നമ്പർ റേഞ്ചസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ടൈമിൽ ഓരോ ട്രാൻസാക്ഷൻസിനും ആ നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ റേഞ്ചസ് കൊടുക്കണം. അതായത് ഇപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ചെയ്താൽ 1 എന്നും പറഞ്ഞ് വരും, സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 എന്നും പറഞ്ഞ് വരും. അങ്ങനെ നമ്പർ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ട്രാൻസാക്ഷൻസിന് സേവ് ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്പർ കിട്ടുള്ളൂ. സോ ആ നമ്പർ റേഞ്ചസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ലെന്ന് നോക്കുക. നിങ്ങളുടെ കമ്പനി കോഡിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു നമ്പർ റേഞ്ചസും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. /NFBN1 വന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കമ്പനി കോഡ് ENTP അല്ലായിരുന്നോ, ഞാൻ എന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നമ്പർ റേഞ്ചസ് ഒന്നും ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല. സോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ദ നമ്പർ റേഞ്ച് ഈസ് മിസ്സിങ് ഫോർ ദ ഇയർ. ഏത് ഇയർ ആണോ 2025 ആണെങ്കിൽ 2025 എന്നും പറഞ്ഞ് അവിടെ വരും. അപ്പോൾ ഞാനവിടെ നമ്പർ റേഞ്ചസ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇയർ 2025 ഫ്രം നമ്പർ 1 to
1000 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 1 എന്ന് പറയണ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് 1000 ട്രാൻസാക്ഷൻസ് വരെ ചെയ്യാൻ പറ്റും. എന്നിട്ട് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. സോ ഇതേപോലെ ഒരു മിനിമം ഒരു 20 വരെയെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സ് വരില്ല. ഇനി നിങ്ങൾക്ക് അവിടെ മിസ്സിംഗ് എന്നും പറഞ്ഞ് ഏത് നമ്പർ റേഞ്ച് ആണോ കാണിക്കുന്നത്, ഇവിടെ ഇപ്പോൾ നമ്പർ റേഞ്ച് 9 ഈസ് മിസ്സിംഗ് എന്നും പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ എൻട്രീസ് കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, 09 എന്ന് കൊടുക്കുക, 2025 ഇവിടെ 1000 അല്ലായിരുന്നു ലാസ്റ്റ് കൊടുത്തത്. സോ 1001 to 2000 കൊടുത്ത് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ റേഞ്ചിൻ്റെ ഇഷ്യൂം അവിടെ സോൾവ് ആയിക്കോളും. ഇനി അടുത്തതാണ് ഫീൽഡ് സ്റ്റാറ്റസ് നോട്ട് ഡിഫൈൻഡ്. അതായത് നമുക്കറിയാം നമ്മൾ കുറേ ഫീൽഡ് സ്റ്റാറ്റസുകൾ ഇതിൽ പഠിക്കുന്നുണ്ട്. സോ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഓരോ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിലാണ്, /OB/C4 സോ ഫീൽഡ് സ്റ്റാറ്റസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഒന്നുമില്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയിലേക്ക് അത് അവിടെ അസൈൻ ആയിട്ടുണ്ടാവില്ല. സോ അതിൽ ഏത് എററാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വേറെ കാര്യം. ഓക്കെ, സോ ഫീൽഡ് സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ ഇതിൽ ഫീൽഡ് സ്റ്റാറ്റസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഡാറ്റാസ് ഉണ്ടോ എന്നുള്ളത്. ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 47 ഐറ്റംസ് ഉണ്ട്. 47 ഐറ്റംസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലെഡ്ജറിനനുസരിച്ച്, ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ലെഡ്ജർ ആണെങ്കിൽ നമ്മൾ G001 കൊടുക്കും, കോസ്റ്റ് അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ G004, ബാങ്ക് അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, റീകൺസിലേഷൻ ആണെന്നുണ്ടെങ്കിൽ G06 ആണ്, അങ്ങനെ കൊടുക്കാറില്ലേ. സോ ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഫീൽഡ് സ്റ്റാറ്റസ് വേണം. ആ ഫീൽഡ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു എറർ വരും. ഇനി ക്രിയേറ്റ് ചെയ്തിട്ടും ആ ഒരു എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി കോഡിലേക്ക് അത് അസൈൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കവിടെ ആ ഒരു എറർ വരും. ഇനി അസൈൻ ആയിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒരൊറ്റ പേജിൽ അസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു വന്ന OBY6 പോയി ഫീൽഡ് സ്റ്റാറ്റസിൽ പോയി എൻ്റെ ഇതേതാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും അവിടെ അസൈൻ ആയിക്കോളും. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട്. 11ാമത്തെ ഒരു കോമൺ ആയിട്ടുള്ള എററാണ് റീറ്റെയിൻഡ് ഏണിങ്സ് അക്കൗണ്ട് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളത്. എന്താണ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ എൻ്റെ കമ്പനി ഏപ്രിൽ ടു മാർച്ച് വരെയും കച്ചവടവും ഇത് ബിസിനസ് എല്ലാം നടത്തി എനിക്ക് ആ ഒരു ലാസ്റ്റ് ആയപ്പോൾ ഒരു 1 ലക്ഷം രൂപ എനിക്ക് ബാലൻസ് വന്നു. ഞാൻ എൻ്റെ എക്സ്പെൻസുകളും കമ്പനിയുടെ എക്സ്പെൻസുകളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 1 ലക്ഷം രൂപ ബാലൻസ് വന്നു. ആ 1 ലക്ഷം നമ്മൾ അവിടെ ഉപയോഗിക്കാണ്ട് മാറ്റി വെക്കൂല, അത് കമ്പനിയുടെ അടുത്ത ഇയറിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. സോ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കമ്പനിയിൽ തന്നെ SAPൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു അക്കൗണ്ടാണ് റീറ്റെയിൻഡ് ഏണിങ്സ്. സോ ഇത് നമ്മൾ നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. സോ അതവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, SAPൽ അത് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലെഡ്ജറും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എറർ വരും. സോ നമ്മളവിടെ മെയിനായിട്ട് റീറ്റെയിൻഡ് ഏണിങ്സ് അസൈൻ ചെയ്യാനായിട്ട് /OB53 പോയിട്ട് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആയിട്ടുള്ള ഏതാണോ ENTP ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്യാനായപ്പോൾ തൽക്കാലം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കണ്ടോ ഇവിടെ റിട്ടേൺ ഏണിങ്സ് അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ റിട്ടേൺ ഏണിങ്സ് അക്കൗണ്ട് നോട്ട് ഡിഫൈൻഡ് എന്നും പറഞ്ഞുള്ള ആ ഒരു എറർ വരും. സോ അവിടെ P&L അവിടെ ഞാൻ റിട്ടേൺ ഏണിങ്സ് എന്നും പറഞ്ഞ് ഷോർട്ട് നെയിമായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ FS00 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണ ടൈമിൽ ഏതാണോ റിട്ടേൺ ഏണിങ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻകത്തിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ അണ്ടറിൽ റിട്ടേൺ ഏണിങ്സ് ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു നമ്പർ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 3001 കൊടുത്ത് കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതേപോലെ റീറ്റെയിൻഡ് ഏണിങ്സ് ഈ OB53 വന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എററും നമുക്കവിടെ സോൾവ് ആയി പോയിക്കോളും. ഇനി അടുത്തതാണ് അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് വെൻഡർ ഓർ കസ്റ്റമർ ക്രിയേഷൻ. വെൻഡറിനെയും കസ്റ്റമറിനെയും ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു FK01, FD03, XK01, XD01 ഒക്കെ ക്രിയേറ്റ് ചെയ്യണ ടൈമിൽ നമുക്ക് ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ആ അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ആ ഒരു നെയിം മാറ്റിയിട്ട്, ഞാൻ നേരത്തെ ഒരു എററിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഞാൻ എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത സെയിം അതുപോലെ തന്നെയാണ് അവിടെ ഓൾറെഡി വേറെ ആ ഒരു അക്കൗണ്ട് ഉണ്ട്. സോ അതുകൊണ്ട് നെയിം ഒന്ന് മാറ്റി കൊടുത്തതിനാൽ കസ്റ്റമറിനെ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ മാസ്റ്റർ ഡാറ്റയുടെ നെയിം ഒന്ന് ആ ഒരു കോഡൊന്ന് മാറ്റി കൊടുത്തതിനാൽ ആ ഒരു എററും അവിടെ സോൾവ് ആയിക്കോളും. ഓക്കെ, സെയിം തന്നെയാണ് കസ്റ്റമേഴ്സിനും വെൻഡേഴ്സിനും വരാറ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വന്നേക്കുന്ന ഒരു ഇഷ്യൂ ആണ്, ഇത് എഡ്യൂക്കേഷൻ സെർവറിൽ ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടാറുള്ള ഒരു ഇഷ്യൂ ആണ്. ലോക്ക്ഡ് ബൈ യൂസർ എന്നും പറഞ്ഞ് വരും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യണ ടൈമിൽ ദിസ് ഡാറ്റ ഈസ് ലോക്ക്ഡ് ബൈ ഒരാളുടെ പേര് അങ്ങനെ വരാറുണ്ട്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി
ഒരാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണ ആ ഒരു പേജിലേക്ക് വേറൊരാൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ എന്തായിരിക്കും ലോക്ക്ഡ് എന്നും പറഞ്ഞ് കാണിക്കും. എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ OBY6 എന്ന് പറയുന്ന പേജിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ വേറൊരു ID-ന്ന് ഇതേപോലെ തന്നെ OBY6ലേക്ക് ഓപ്പൺ ചെയ്തു വന്നപ്പോൾ കണ്ടോ, ദിസ് ഡാറ്റ ഈസ് ലോക്ക്ഡ് ബൈ യൂസർ ആൻഡ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഓൺലി. അതായത് ഇത് വേറൊരാൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി കയറി വെറുതെ ഇഷ്യൂ ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ SAP പറയും ഇത് നിങ്ങൾക്കിപ്പോൾ കയറിക്കോ, പക്ഷെ കാണാൻ മാത്രമേ പറ്റുള്ളൂ, ചേഞ്ചസ് ഒന്നും വരുത്താൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും എനിക്ക് കാണാൻ വേണ്ടി മാത്രമല്ല, എനിക്കും ചേഞ്ചസ് ചെയ്യണം, ഞാനും കൂടി പഠിക്കുന്നതല്ല, അപ്പോൾ എനിക്കും കൂടി ചേഞ്ചസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ അവിടെ യെസ് കൊടുത്തിട്ട് നേരെ ലോക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി /NSM12 എന്ന് പറയുന്ന കോഡിലേക്ക് പോകണം. ഏതാ /NSM12 ഇതിലേക്ക് പോയിട്ട് നമ്മുടെ യൂസർ ID ഏതാണോ അത് ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ജസ്റ്റ് എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ വന്നേക്കുന്ന ലോക്കുകൾ, ഇപ്പോൾ എനിക്ക് 2 ലോക്കുകളോ വന്നേക്കുന്നത്, ടേബിളിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. സോ ഈ 2 എണ്ണവും ഞാൻ സെലക്ട് ഓൾ കൊടുത്തിട്ട് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മുകളിലുണ്ട്, അത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ അവിടെ പൊക്കോളും. ആ ഒരു ലോക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലോക്കായി കടന്നേച്ചത് ഇപ്പോൾ പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാൻ നോക്കണ ടൈമിൽ അതെനിക്ക് അവിടെ ലോക്കൊന്നും ഇല്ലാണ്ട് ഓപ്പൺ ആയി വന്നോളൂ. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പേജിലേക്ക് ചെയ്യുന്ന ടൈമിൽ എറർ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ ഡാറ്റ ലോക്ക്ഡ് എന്നും പറഞ്ഞ് എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് SM12 പോയിട്ട് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ലോക്ക് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനദർ യൂസർ ഈസ് കറൻ്റ്ലി എഡിറ്റിംഗ് ദ സെയിം ഡാറ്റ ഓർ ഇറ്റ് വാസ് ഇൻ പ്രോപ്പർലി എക്സിസ്റ്റഡ് എയറിൽ. അതായത് അവിടെ വേറൊരാൾ ആ ഒരു പേജിൽ കയറി എന്തോ ചേഞ്ചസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അത് കയറണമെന്ന് പറഞ്ഞൊരു വാണിംഗ് വന്നത്. നമുക്ക് പറഞ്ഞ് എനിക്ക് അയാളുടെ ഡാറ്റ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ഡാറ്റയിൽ കയറിയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ചെയ്ത് ഡാറ്റാസ് ലോക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വന്നു. സോ ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് വരുന്ന SAPയിൽ വരുന്ന കോമൺ ആയിട്ടുള്ള എറേഴ്സ്. ഇത് എഡ്യൂക്കേഷൻ സെർവറിലുള്ളതാണ്. ഇനി ഇതേപോലെ അല്ലാണ്ട് ഇനി നിങ്ങൾ പഠിക്കുന്ന സമയമോ ടൈമിലോ നിങ്ങളിപ്പോൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോമൺ എറേഴ്സോ എന്തെങ്കിലും എറേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്കത് അടുത്ത വീഡിയോയിൽ നമുക്ക് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, സോ ഇനി അതുപോലെ വേറെ ഏതെങ്കിലും SAPയുടെ ടോപ്പിക്സ്, ഇപ്പോൾ FI MOM ഏതെങ്കിലും റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുത്ത് തരാം. സോ ഇന്ന് പറഞ്ഞ എറേഴ്സ് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.